ഞാൻ കോളേജിലായിരുന്നു. അപ്പോൾ കോളേജിലിങ്ങനെ ഫസ്റ്റ് ഇയേഴ്സ് കുറച്ച് കുട്ടികൾ നാളത്തെ പരിപാടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആരോ വന്നിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു പയ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം അവിടെ ചെന്ന സമയത്ത് ആ ചെക്കനെ ഇങ്ങനെ ഇവരെല്ലാം മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു മണി വരെ ഇവരുടെ പാട്ടും ഡാൻസും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് കൂട്ടിയിട്ട് അടിക്കുക ആ ചെക്കനെ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇവർ പോലീസ് ആദ്യം പിടിച്ചു മാറ്റി. അതിനുശേഷം ഇവർ പോയിട്ട് തിരിച്ച് ആയുധങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് ഒരുപാട് 10-200 പേരാണ് തിരിച്ചു വന്നത്. അവരെല്ലാവരും കൂട്ടിയിട്ട് വെറുതെ അടിക്കുക. ഇവർ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്? അതൊന്നും അറിയില്ല. എൻ്റെ തലയെ കണ്ടിന്യൂസ് ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ അടിച്ചു, അല്ലാണ്ട് അറിയില്ല. ഈ വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് ഇവർ പുക ഊതി വിട്ടതാണ്. ഇവരെന്തൊക്കെയോ അതൊന്നും പ്രോപ്പർലി എനിക്കെന്താണെന്ന് അറിയില്ല. കോടതിക്കകത്ത് തന്നെയായിരുന്നു ഇവരുടെ ആഘോഷം നടന്നത്. സംഭവം എന്താ, ഇവർ ഈ ബാർ കൗൺസിൽ ആൾക്കാർ മദ്യപിച്ചിട്ട് സിഗരറ്റ് വലിച്ചും പിള്ളേരെ അത് വെറുതെ അവർ വന്നിട്ട് ഇങ്ങോട്ട് ഇവന്മാരെ അടിക്കാൻ നോക്കിയതാണ്. എന്നിട്ട് ഈ അവിടെ ബാർ കൗൺസിൽ അവിടെ വെച്ചിട്ട് എല്ലാവരും അവന്മാർ 10-90 ആൾക്കാർ വന്നിട്ട് ഈ 10-15ഓളം വരുന്ന നമ്മളെ മഹാരാഷ്ട്ര വിദ്യാർത്ഥികളെ ക്രൂരമെന്ന് പറഞ്ഞാൽ പോരാ, മരം, കമ്പി, അതുപോലെ തന്നെ കസേര ഉൾപ്പെടെ ഇവ ആദ്യം തന്നെ പയ്യനൊക്കെ ഉണ്ട് അകത്തേക്കുന്നത്. അവൻ്റെ തലയ്ക്ക് അടിച്ച് പിടിച്ച്. ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? ഗുരുതരമായിട്ടുണ്ട്. ഒരുത്തിന് അശ്വ എന്ന് പറഞ്ഞാൽ വേണ്ട, അവന് തലയ്ക്ക് അടിയിട്ട് സീരിയസ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ കൈ പൊട്ടി. പിന്നെ അതുപോലെ തന്നെ ആദ്യൻ്റെ മേത്ത് മൊത്തം മുറിവും, അതുപോലെ തന്നെ തല ഇവിടെ നല്ലോണം ഇതായിട്ട് സ്റ്റിച്ച് ചെയ്യണം തോന്നുന്നു. മുടി ഇവിടെ തന്നെ മൊത്തം താക്കിയിട്ട് ഇപ്പോൾ അകത്ത് വീട്ടിലാണ് ഫുൾ ചോര കളയാം. നിങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഈ ഇന്നത്തെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമായിരുന്നു. ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇവന്മാരും ഇങ്ങോട്ട് വന്നിട്ട് ഈ സിഗരറ്റിൻ്റെ പുക വെച്ചിട്ട് മുഖത്തേക്ക് ഊതിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടെ വന്നിട്ട് മുഖത്തേക്ക് ഊതുക. എന്നിട്ട് എന്തായിട്ട് നോക്കുമ്പോൾ കോളറയ്ക്ക് പിടിച്ചിട്ട് അത് എല്ലാവരും ഒരാൾ പോലും അടിക്കാത്ത വെള്ളം അടിക്കാത്ത എല്ലാവരും വെള്ളം അടിച്ചിട്ട് സീനിയർ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നമ്മൾ കണ്ടവരെ നമ്മളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പം അവിടുന്ന് കുറേ ആൾക്കാരെ അടിച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും കുറേ ആൾ DA സ്റ്റുഡൻസ് ഉൾപ്പെടെ അടിയിട്ടിട്ടുള്ളത്. കുറേ ഈ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? പ്രശ്നമല്ല, ഇവന്മാർ വെറുതെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വെള്ളമടിച്ച് മദ്യവെച്ചിട്ട് വെറുതെ വന്ന്. അതായത് ജില്ലാ കോടതിക്ക് അകത്ത് നടന്ന ഒരു പരിപാടി തന്നെയാണ് ഇവർ മദ്യവെച്ചത്. അവിടെ അകത്താണ് അവർ. അപ്പം അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതാണോ? എന്താ പറ്റിയ കയ്യിലിപ്പം പറ്റിയതാണോ? അല്ല, അത് അവിടുന്ന് തല്ലിയതാണ്. അപ്പോൾ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ജൂനിയേഴ്സാണ് അവർ. ഞങ്ങൾ അവിടെ അറിഞ്ഞ് ചെന്നപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ നേരത്തെ എന്തെങ്കിലും വൈരാഗ്യ അഭിഭാഷകർക്ക്? അങ്ങനെയൊന്നുമില്ല, അവർ എന്തോ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടാണ്. ഈ വിദ്യാർത്ഥികൾക്ക് പുക ഊതി വിട്ടതാണ് കാരണം എന്നാണ് പറയുന്നത്. അത് എത്രത്തോളമൊക്കെ അറിയില്ല. ഞാൻ അവിടെ അറിഞ്ഞ് ചെന്ന് അപ്പോൾ ഒരു വടിയെടുത്ത് അടിക്കാനുണ്ടായിരുന്നു.